ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനിന്ന് വന്നിട്ടുള്ളത് ആസ് വി ഓൾ നോ വാലന്റൈൻസ് ഡേ ഈസ് കമ്മിങ്. സോ ടുഡേ ഈസ് ഫെബ്രുവരി 12th. വാലന്റൈൻസ് ഡേ 14th നമുക്ക് ഒരുമിച്ച് ഈ പ്രാവശ്യത്തെ വാലന്റൈൻസ് ഡേക്കുള്ള ഹാമ്പേഴ്സ് എല്ലാം പാക്ക് ചെയ്യാം. ഞാൻ ലിമിറ്റഡ് ഓർഡേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൊറിയർ അയക്കാനുള്ള സാധനങ്ങളൊക്കെ ഇന്ന് പാക്ക് ചെയ്യണം. എന്നിട്ട് നാളെ കൊറിയർ അയച്ചാൽ മാത്രമേ നമുക്ക് വാലന്റൈൻസ് ഡേ നിന്ന് അവർക്ക് കസ്റ്റമേഴ്സിന് ഓർഡേഴ്സ് കിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഡെലിവർ ചെയ്യാനായിട്ടുള്ളതുണ്ട്, അത് നമുക്ക് നാളെ ചെയ്യാം. സോ ഇന്ന് കുറേ ചെയ്യാനുള്ള ബോക്സസ് എല്ലാം നമ്മൾ പാക്ക് ചെയ്യാൻ പോവാണ്. ഇതിൽ ഒരുപാട് ക്യൂട്ട് സ്റ്റഫ്സ് ഉണ്ട്. അതായത് നമ്മളെ ലൈക്ക് ഹാമ്പേഴ്സിലെല്ലാം ഓരോരുത്തരെ നമ്മളടുത്ത് പറയാണ് ലൈക്ക് ഹോട്ട് വാട്ടർ ബാഗ് വേണം, പീരീഡ്സിൻ്റെ പെയിന് വെക്കുന്നത്, അതുപോലെ തന്നെ ക്യൂട്ട് ജുംകാസ് ഉണ്ട്, നെയിൽ പോളിഷ് ഉണ്ട്, ലിപ്സ്റ്റിക്സ് ഉണ്ട്, ബ്രാൻഡ് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. ലൈക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ബൊക്കേസ് ചെയ്യാനായിട്ടുണ്ട്. റെഡ് റോസസ് 100 റോസസ് വെച്ചിട്ടുള്ള ബൊക്കെയുണ്ട്, 50 റോസസ് വെച്ചിട്ടുള്ള ബൊക്കെയുണ്ട്. സോ ഞാൻ ഓൾറെഡി ഇത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വാലന്റൈൻസ് ഡേ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം എന്തായാലും ഈ പ്രാവശ്യത്തെ ഓർഡേഴ്സ് നമുക്ക് ഒരുമിച്ച് തന്നെ പാക്ക് ചെയ്യാം. അപ്പം നമുക്ക് പാക്ക് ചെയ്താലോ? അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങൾ നമുക്ക് ബോക്സസിൽ കൊടുക്കാനായിട്ടുള്ളതാണ്. ഇത് സെൻറ്റഡ് ക്യാൻഡിൽസ് ആണ്. ഞാൻ ആമസോണിൽ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു സ്മെല്ലാണ് ഇതിന്. അതുപോലെ തന്നെ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. വാലന്റൈൻസ് ഡേൻ്റെ കുറേ കാർഡ്സ് ആയിട്ട് നമ്മൾ പിൻട്രസ്റ്റ് നല്ല എടുത്തിട്ട് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ ബോക്സസിലും ബൊക്കീസിലൊക്കെ ആയിട്ട് കൊടുക്കാനായിട്ടുള്ളതാണ്. പിന്നെ ഹോട്ട് വാട്ടർ ബാഗ് ഉണ്ട്, കുറേ ചോക്ലേറ്റ്സ് ഉണ്ട്. പിന്നെ നമുക്ക് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ആക്രിലിക്കിൻ്റെ കട്ടിങ്സ് ഉണ്ട്. ഇത് നമുക്ക് ബോക്സിൻ്റെ മുകളിൽ കൊടുക്കാനായിട്ടുള്ളതാണ്. ചെറുതും വലുതൊക്കെ പല സൈസിലായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ബോക്സസിൻ്റെ മുകളിൽ കൊടുക്കാനായിട്ടുള്ളതാണ്. പിന്നെ ന്യൂട്ടെല്ല ഉണ്ട്, നെയിൽ പോളിഷസ് ഉണ്ട്, ഇയറിങ്സ് ഉണ്ട്, ലിപ്സ്റ്റിക്സ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഓരോരോ ബോക്സസ് ആയിട്ട് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഫേസ്റ്റിലത്തെ ബോക്സ് വന്നിട്ട് ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ വന്നിട്ടുള്ള ബോക്സാണ്. റെഡ് ആൻഡ് ഗോൾഡ് കോമ്പിനേഷനിലാണ് ഇത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ചെറിയ ലവ് എന്നുള്ള ആക്രിലിക്കിൻ്റെ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള ഒരു കവറിങ് നമുക്ക് പൊളിച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൽ കുറേ ചോക്ലേറ്റ്സ് എല്ലാം വെച്ചിട്ട് അടിയിലെ ഭാഗം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റെഡ് ഫ്ലവേഴ്സ് വെച്ചിട്ട് ഈ ഒരു ബോക്സിൻ്റെ ചുറ്റിലും കൊടുക്കുകയാണ്. സെൻറ്ററിൽ നമുക്ക് കിറ്റ് കാറ്റ്സും അതുപോലെ തന്നെ നെയിൽ പോളിഷും ലിപ്സ്റ്റിക്കും പിന്നെ ഒരു വാലന്റൈൻസ് ഡേൻ്റെ കാർഡും കൂടിയാണ് ഈ ഒരു ബോക്സിൽ കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ബോക്സ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ലിപ്സ്റ്റിക്സും നെയിൽ പോളിഷും എല്ലാം വെച്ച് ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത ബോക്സ് വന്നിട്ട് ഒരു പിങ്ക് തീമിലേക്കാണ്. ഇതൊരു വെൽവെറ്റ് ട്രങ്ക് ബോക്സ് ആണ്. ഇതിൽ സെയിം നമ്മൾ ചോക്ലേറ്റ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലൊരു മിനി ബൊക്കെയാണ് കൊടുക്കാനുള്ളത്. സ്നിക്കേഴ്സ്, അതുപോലെ തന്നെ റാഫെല്ലോ, ഫെറാറോ, കിൻഡർ ജോയ്, ന്യൂട്ടെല്ല, അങ്ങനെ കുറേ ചോക്ലേറ്റ്സും പിന്നെ ഈ ഒരു മിനി ബൊക്കെയുമാണ് ഇതിൽ കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ബോക്സ് സെറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നേരത്തെ കണ്ട ആക്രിലിക്കിൻ്റെ ലവ് എഴുതിയ കട്ടിങ്സ് നമ്മൾ ബോക്സിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫ്ലവർ ബൊക്കെയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് അടുത്ത ബോക്സിലേക്ക് പോവാം. അടുത്ത ബോക്സ് വന്നിട്ട് ഒരു റെഡ് കളർ വെൽവെറ്റ് ബോക്സ് ആണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ആക്രിലിക്കിൻ്റെ കട്ടിങ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബോക്സിലാണ് നമുക്ക് ഹോട്ട് വാട്ടർ ബാഗ് അതുപോലെ തന്നെ ഇയറിങ്സ് എല്ലാം കൊടുക്കാനായിട്ടുള്ളത്. അപ്പം ഇതിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ചോക്ലേറ്റ്സ്, ഗാലക്സി അതുപോലെ തന്നെ ഫെറാറോ ആണ്. 2 ഇയറിങ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്.
ഒന്നൊരു ഗോൾഡ് കളറിലും അതുപോലെ തന്നെ ഒന്ന് ബ്ലാക്ക് കളറിലും. ഈ ഇയറിങ്സ് എല്ലാം ഞാൻ തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു ബോക്സും കൂടി സെറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബോക്സസ് കംപ്ലീറ്റ് വന്നിട്ട്. വേറെയും 2-3 ബോക്സസ് ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് പെട്ടെന്ന് ഓർഡേഴ്സ് കൺഫേം ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു ബോക്സ് വന്നിട്ട് ഇതാണ്. ഇതിൽ വന്നിട്ട് ചോക്ലേറ്റ്സ്, പിന്നെ കാർഡ്, ഫ്ലവേഴ്സ്, പിന്നെ സെൻറ്റഡ് ക്യാൻഡിൽസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഹാർട്ട് ഷേപ്പിൽ വന്നിട്ടുള്ള ഇതാണ് നമ്മൾ ഒരു ബോക്സ് വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ് നമ്മളെ ബോക്സസ് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ഇനി ഓരോ ബോക്സസിൻ്റെയും സിംഗിൾ ഓരോരോ ഷോട്ട്സ് നമുക്ക് പെട്ടെന്ന് കാണാം. അങ്ങനെ നമ്മൾ കൊറിയർ അയക്കാനുള്ള ബോക്സസ് എല്ലാം പാക്ക് ചെയ്ത് കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ബിസി ആയിപ്പോയി. പിറ്റേന്നത്തേക്ക് നമുക്ക് 7 ബോക്സസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ പർച്ചേസിങ് കാര്യങ്ങൾ, അതുപോലെ തന്നെ കുറച്ച് ഒരു ഫാമിലി ഫംഗ്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഫുൾ ബിസി ആയിപ്പോയി. അപ്പം പാക്കിങ്ങൊക്കെ പെട്ടെന്നായതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഇത്രയും റോസസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 12 സെറ്റ് റോസസ് ഉണ്ട്. ഈ 12 എണ്ണത്തിൽ തന്നെ ഒന്നിൽ 20 റോസസ് വന്നിട്ടാണുള്ളത്. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ റോസസിൻ്റെ റേറ്റ് നല്ലോണം കൂടിയിട്ടുണ്ടായിരുന്നു. ഒരു റോസിന് 25-30 റുപ്പീസിനൊക്കെ ആയിരുന്നു സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നോർമലി 20 റുപ്പീസിനൊക്കെ 2019 കിട്ടുന്ന റോസസ് ആണ് പെട്ടെന്ന് റേറ്റ് കൂടിയത്. അപ്പം നമുക്ക് ഇത്രയും റോസസ് ആയിട്ടുണ്ട്. ടോട്ടൽ ഒരു 250 അടുത്ത് റോസസ് ഉണ്ട്. അപ്പം നമുക്ക് റോസസ് എല്ലാം ഈ കവറിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഇനി നമുക്ക് ലീവ്സ് എല്ലാം കളയണം. ഇതായിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പണി. അപ്പം പിന്നെ വീട്ടിലുള്ളവർക്ക് ഹെൽപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് കഴിഞ്ഞു. അപ്പം നമുക്ക് ഇത്രയും റോസസ് ആണ് വന്നിട്ടുള്ളത്. നമുക്കിത് ലീവ്സ് എല്ലാം കളഞ്ഞിട്ട് എടുക്കാം. ഭയങ്കര ഭംഗിയുള്ള റോസസ് ആയിരുന്നു. നല്ല റോസസ് ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല വാലന്റൈൻസ് ഡേന് അന്ന് ഒരു നല്ല റെഡ് റോസ് കിട്ടുക, അല്ലെങ്കിൽ ഒരു റെഡ് റോസിൻ്റെ ബൊക്കെ കിട്ടുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ചെറിയൊരു എമൗണ്ട് കൊടുത്ത് കുറച്ചൊരു റോസസ് അല്ലെങ്കിൽ ഒരു ബൊക്കെയൊക്കെ വാങ്ങിച്ച് നമ്മൾ സ്നേഹിക്കണേ, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുക്കാറുള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഒരു മൊമെൻ്റ് അവരെപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കും. അപ്പം നമ്മൾ ലീവ്സ് കളയുന്ന തിരക്കിലാണ്. കുറേ എണ്ണം ലീവ്സ് കളഞ്ഞിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭയങ്കര മുള്ളുണ്ട് ഇതിനായിട്ടൊരു ലൈക്ക് ഒരു സാധനം ഉണ്ട് മുള്ള് കളയുന്നത്. സോ ഇൻഷാ അല്ലാ ഇനി ഫ്യൂച്ചറിൽ അത് ബൈ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ റോസസ് എല്ലാം ഇങ്ങനെ ലീവ്സ് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബൊക്കേസ് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ഫ്ലവർ ബൊക്കേസ് മാത്രമല്ല ചോക്ലേറ്റ് ബൊക്കേസും ഉണ്ട്. അപ്പം നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കുറേ ഷീറ്റ്സ് ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല റെഡ് കളർ റിബൺ ഉണ്ട്. അതുപോലെ തന്നെ ഇത്തവണ നമുക്ക് മെഷ് വെച്ചിട്ട് ബൊക്കെ ചെയ്യാനായിട്ടുണ്ട്. ഇത് പേൾ മെഷാണ്. ഇത് വന്നിട്ട് ഇപ്പം പുതുതായിട്ട് ബൊക്കയിൽ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോരോ ഫ്ലവേഴ്സായിട്ട് ബൊക്കേസ് ചെയ്തിട്ട് തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന 100 റോസസ് വെച്ചിട്ടുള്ള ബൊക്കെയാണ്. പിന്നെ നമുക്ക് 50 റോസസ് വെച്ചിട്ടുള്ള ബൊക്കെയുണ്ട്. 2 ചെറിയ ബൊക്കേസ് ഉണ്ട്. പിന്നെ ഗാലക്സി ഫ്ലൂട്ട്സ് വിത്ത് റെഡ് റോസസ് വെച്ചിട്ടുള്ള ബൊക്കെയുണ്ട്. ഫെറോറോ വിത്ത് റെഡ് ആൻഡ് വൈറ്റ് റോസസ് വെച്ചിട്ടുള്ള ബൊക്കെയുണ്ട്. അതുപോലെ തന്നെ മിക്സഡ് ചോക്ലേറ്റ്സ് വിത്ത് റെഡ് റോസസ് വെച്ചിട്ടുള്ള ബൊക്കെയുണ്ട്. അപ്പം നമുക്ക് ഓരോരോ ബൊക്കേസായിട്ട് ചെയ്ത് പോവാം. പറ്റുന്ന ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
അപ്പോൾ നമ്മൾ 2 ബൊക്കേസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് 100 റോസ് വെച്ചിട്ടുള്ളത്, ഒന്ന് 50 റോസ് വെച്ചിട്ടുള്ളതാണ്. ഒന്ന് നമ്മൾ മെഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്, മറ്റേ നമ്മൾ വൈറ്റ് കളർ റാപ്പിംഗ് ഷീറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു മിക്സഡ് ചോക്ലേറ്റ് ബൊക്കെ ചെയ്തിട്ടുണ്ട് വിത്ത് റെഡ് റോസസ് ആൻഡ് ഗോൾഡൻ റാപ്പിങ്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബൊക്കെ കംപ്ലീറ്റ് ആയിട്ടില്ല, ഈ ഒരു ബൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഫ്ലൂട്ട്സ് വെച്ചിട്ടുള്ള ബൊക്കേസ് ചെയ്യാനുണ്ട്. ഇത് ഞാൻ സ്റ്റിക്കിൻ്റെ മുകളിൽ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി ആ ബൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ബൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഫുള്ളി വീഡിയോ എടുക്കാറുണ്ട്, അത്ര സിമ്പിളല്ല. അപ്പം പറ്റുന്ന പോലാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. പിന്നെ ഈ 2 റോസസിൻ്റെ ബൊക്കേസിൽ നമുക്ക് ബേബി ബ്രീത്ത് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബൊക്കയിലും ബേബി ബ്രീത്ത് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാനുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് റോസസ് ഉണ്ട്. അപ്പം നമുക്ക് അടുത്ത കുറേ ബൊക്കേസ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ഫ്ലൂട്ട്സ് വെച്ചിട്ടുള്ള ബൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ ബൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ 3 ബൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ 4ാമത്തെ ബൊക്കെ ചെയ്ത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് ബൊക്കേസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഞാൻ ഇത്രയും ഇന്ന് ചെയ്യുന്നുള്ളൂ. ഇന്ന് ഇത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കിടന്നുറങ്ങണം. സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ തന്നെ AC റൂമിൽ കൊണ്ടുപോയി വെക്കണം. അപ്പം സമയം 2:13 രാത്രി ആയി. ഞാൻ മെസ്സെല്ലാം ക്ലീൻ ചെയ്തു, എല്ലാം സെറ്റാക്കി. ഇനി ബാക്കി പരിപാടിയെല്ലാം നാളെ മോർണിംഗ് ആണ്. അപ്പം നമുക്ക് ഇതെല്ലാം AC റൂമിൽ കൊണ്ടുപോയി വെക്കാം. അതുപോലെ തന്നെ വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പം അങ്ങനെ എല്ലാം ചെയ്തിട്ട് നമുക്കിത് സെറ്റാക്കിയിട്ട് നമുക്ക് വേഗം പോയി കിടന്നുറങ്ങണം. നാളെ രാവിലെ എണീച്ചിട്ട് ബാക്കി ബൊക്കേസ് ചെയ്യാനുണ്ട്, ഫോട്ടോസ് വീഡിയോസ് എടുക്കാനുണ്ട്. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി ഗൈസ്. അപ്പം നമ്മളെ ഈ ബൊക്കെ വന്നിട്ട് ഇങ്ങനെയാണ്. അടുത്ത ബൊക്കേൻ്റെ പണി ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇത് വന്നിട്ട് ഫെററോ ആൻഡ് വൈറ്റ് ആൻഡ് റെഡ് റോസസ് വെച്ചിട്ടാണ്. ഇതിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു ഡാർക്ക് റെഡ് കളറിൽ വന്നിട്ട് ഗോൾഡൻ ബോർഡർ വന്നിട്ടുള്ള ബൊക്കെയാണ്. അപ്പം നമ്മൾ എല്ലാ ബൊക്കേസും ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇത്രയാണ് നമ്മൾ ബൊക്കേസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എല്ലാ ബൊക്കേസിലും ബേബി ബ്രീത്ത് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാനായിട്ടുണ്ട്. എല്ലാ ബൊക്കേസിലും വെച്ച് കൊടുക്കാനുണ്ട്. അപ്പം ഇത്രയാണ് നമ്മളെ ബൊക്കേസ് ഉള്ളത്. അപ്പം നമുക്ക് ഓരോരോ ബൊക്കയിലായിട്ട് നമുക്ക് ബേബി ബ്രീത്ത് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുക. ഇതാണ് ഓരോരോ ബൊക്കേസിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇതിലേത് ബൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളതെന്നുള്ള എന്തായാലും കമൻറ്റ് ചെയ്യണം. ഈ ഒരു ബൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. എല്ലാ ബൊക്കേസും എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായി എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ബൊക്കയിലും നമ്മൾ വാലന്റൈൻസ് ഡേൻ്റെ കാർഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്, റിബൺസ് കെട്ടി കൊടുത്തിട്ടുണ്ട്, അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി. ഇനി നമുക്ക് ഇത് ഡെലിവറി ടൈമാണ്. ഇതാണ് നമ്മൾ 100 റോസസ് വന്നിട്ടുള്ള ബൊക്കെ. ഇതെല്ലാം നമ്മൾ ഡെലിവറി ചെയ്യാണ്. എല്ലാം ടൗൺ ഏരിയയിലേക്കാണ്, കാലിക്കറ്റിൽ ടൗൺ ഏരിയയിലേക്കാണ് നമുക്ക് ഓർഡേഴ്സ് വന്നിട്ടുള്ളത്. അപ്പം ഓരോരോ സ്ഥലത്തായിട്ട് ഓരോരോ ബൊക്കേസ് നമുക്ക് കൊണ്ടുപോയി കൊടുക്കാനായിട്ടുണ്ട്. ഈ 4 ബൊക്കേസ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി. ഓരോന്നിൻ്റെ മിനി ബൊക്കെ പോലെ ആയിട്ട്. അപ്പം നമുക്കിത് ഓരോന്നായിട്ട് കാറിലേക്ക് കയറ്റാം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് പോയി സാധനങ്ങളെല്ലാം കൊണ്ടുപോയി കൊടുക്കാം. അപ്പം നമ്മളെല്ലാം കാറിൽ കയറ്റി നമ്മളിതാ പോവാണ് സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കാനായിട്ട്. അപ്പം പെട്ടെന്ന് നമുക്കൊരു ഓർഡറും കൂടി വന്നിട്ടുണ്ടായിരുന്നു, ഒരു ബോക്സിൻ്റെ ഓർഡർ. അപ്പം നമുക്ക് അതും കൂടെ പോകുന്ന വഴിക്ക് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഡെലിവറി വീഡിയോസ്. നമ്മൾ 4 നമുക്ക് കയ്യിൽ തന്നെ കൊടുക്കാനായി. ബാക്കിയെല്ലാം നമ്മൾ ഓരോരോ സ്ഥലത്ത് ഏൽപ്പിച്ചതും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ്. അപ്പം ഇത്രയാണ് നമ്മളെ ഡെലിവറി വീഡിയോസും വാലന്റൈൻസ് ഡേൻ്റെ വീഡിയോസും ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പം ഇത്രയാണ് നമ്മളെ വാലന്റൈൻസ് ഡേൻ്റെ വ്ളോഗ് ഉള്ളത്. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഹസ്ബൻഡ്, മൈ അസിസ്റ്റൻറ്റ് കം ഡ്രൈവറാണ്. അപ്പം നമ്മൾ എല്ലാം ഡെലിവറി ചെയ്ത് തിരിച്ച് വീട്ടിലെത്തി. പക്ഷേ എത്തിയപ്പം തന്നെ നല്ല ലേറ്റായി. നമ്മൾ 1 o'clock ഇറങ്ങിയാണ് നമ്മൾ വീട്ടിലെത്തിയത്. 7 o'clock രാത്രി. അപ്പം ഇത്രയാണ് നമ്മുടെ വീഡിയോസ് ഉള്ളത്. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.